ഹലോ ചെന്നൈസ്, നമുക്കിന്നൊരു അടിപൊളിയുടെ ഒരു ഷവർമ ബോളിൻ്റെ റെസിപ്പി നോക്കിയാലോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്കിത് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ആയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർക്കുക. ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പൊന്തി വരാനായിട്ട് അടച്ചു വെച്ച് മാറ്റി വെക്കാം. അതുപോലെ കുറച്ച് ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതും കൂടി ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത കുറച്ച് ക്യാബേജും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാലും മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതിലേക്ക് മയോണൈസ് ആണ് കേട്ടോ. ഞാൻ ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. അതും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം. ഇതിനെ നമുക്ക് ചെറിയൊരു പീസ് നമുക്കിതിലേക്ക് ബോൾസ് ആക്കി എടുത്തതിന് ശേഷം കുറച്ച് കട്ടിയിലൊന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ ഇത് പരത്തിയതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് ഫില്ലിംഗ് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണത്തിനുള്ള ഫില്ലിംഗ് ആണ് ഇതിലേക്ക് വെക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് അതേ വലുപ്പത്തിൽ തന്നെ വേറൊരു ഷീറ്റും കൂടി ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒരു പാത്രമോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിലേക്ക് ഒന്ന് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇട്ട പാടെ തന്നെ നമ്മളിത് മറിച്ചിട്ടാണ് ഇളക്കാനും നിൽക്കരുത്. കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേഗം തന്നെ കുക്കായി കിട്ടും, ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവില്ല. നല്ല അടിപൊളി ഷവർമ ബോൾ തയ്യാറാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ ബൈ.